ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതെന്താ ടീച്ചറെ കളർത്തിരികളൊക്കെ ഇവിടെ കത്തിക്കാനാണോ? അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ മറന്നോ? ഇന്ന് ഡിസംബർ 1 അഡ്വന്റ് ആണ്. അയ്യോ, അപ്പോ അമ്മ ഇനി ചിക്കൻ വെക്കില്ല. ഒന്ന് പോടാ. ഇതെന്താ സംഭവം ടീച്ചറെ, ഒന്ന് പറഞ്ഞു തരുമോ? പറയാം. നമുക്ക് ഒന്ന് കുരിശ് വരച്ചാലോ? എന്നിട്ട് സ്വസ്ഥമായി ഇരിക്കേ. മക്കളെ, ഇനിയുള്ള 24 ദിവസവും നമ്മൾ ക്രിസ്തുമസിനായി ഒരുങ്ങാൻ പോവുകയാണ്. അതിനെ അഡ്വന്റ് എന്നാണ് പറയുക. ഈ ദിവസങ്ങളിലെ 4 ഞായറാഴ്ചകളിൽ ദാ ഇങ്ങനെ ഒരു അഡ്വന്റ് റീത്തും അതിനു ചുറ്റും 4 തിരികളും കത്തിക്കുന്ന ഒരു പതിവ് സഭയിൽ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഓരോ ഞായറാഴ്ചയും ഓരോ തിരികൾ. എല്ലാം ഒന്നിച്ച് കത്തിച്ചൂടെ? ഈ തിരികളെ കുറിച്ച് പല പാരമ്പര്യങ്ങളുമുണ്ട്. ആദത്തിന്റെയും ഹവ്വയുടെയും കാലം മുതലുള്ള 4000 വർഷങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണ് ഈ 4 തിരികളെന്ന് കരുതുന്നവരുണ്ട്. അതനുസരിച്ച് രക്ഷകന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിത്യാഗവും പശ്ചാത്താപവും നന്മ പ്രവർത്തികളും സൂചിപ്പിക്കുന്നു. വേറെ എന്തർത്ഥ ടീച്ചറെ ഈ തിരികൾക്കുള്ളത്? അത് ഈ 4 തിരികൾക്കും ഓരോ പേരുണ്ട്. ഒന്നാമത്തേത് പ്രൊഫറ്റ്സ് കാൻഡിൽ, രക്ഷകന് വേണ്ടിയുള്ള പ്രത്യാശ, ഹോപ്പിനെ സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത് ബത്ലഹേം കാൻഡിൽ, വിശ്വാസം സൂചിപ്പിക്കുന്നു. മൂന്നാമത്തേത് ഷപ്പേഡ് കാൻഡിൽ, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? സ്നേഹം, സന്തോഷം. അറിഞ്ഞിട്ടില്ലെങ്കിലും നീ പറഞ്ഞത് ശരിയാണ്, അത് സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. നാലാമത്തെ തിരി ഏഞ്ചൽസ് കാൻഡിൽ, അത് രക്ഷകൻ നൽകുന്ന സമാധാനത്തെ സൂചിപ്പിക്കുന്നു. അല്ല, നിങ്ങൾ ക്രിസ്തുമസിനെ എങ്ങനെയാണ് ഒരുങ്ങുന്നത്? ഈശോയോട് എന്ത് തരാനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? കുറെ സമ്മാനങ്ങൾ, കേക്ക്, പുതിയ ഡ്രസ്സുകൾ. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചതുപോലെ ഈശോയോട് തങ്ങളുടെ ഇഷ്ടങ്ങൾ ചോദിച്ച 3 മരങ്ങൾ ഉണ്ടായിരുന്നോ? ആ കഥ നിങ്ങൾക്കറിയോ? ഈശോ എങ്ങനെയാണ് ആ മരങ്ങളുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുത്തത് എന്ന് കണ്ടാലോ? എത്ര നാളായി നമ്മൾ ഇവിടെ നിൽക്കുന്നു? ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ ഓരോരുത്തരും വന്ന് വെട്ടിക്കൊണ്ടുപോയി. അവരൊക്കെ ഇപ്പോ എവിടെയെങ്കിലും വല്ല പള്ളിക്കെട്ടിലോ സിംഹാസനമോ ഒക്കെ ആയിട്ടുണ്ടാകും. ശരിയാ, നമ്മൾ മാത്രം ഇവിടെ. ആരെങ്കിലും വരും, എന്നിട്ട് നമ്മളെയും വെട്ടിക്കൊണ്ടു പോകുമായിരിക്കും. വെട്ടിക്കൊണ്ടുപോവോ? എന്നെ ആരും വെട്ടേണ്ട. എനിക്ക് ഇങ്ങനെ സ്വർഗത്തിലേക്ക് നോക്കി നിന്നാ മതി. അതാ എന്റെ ആഗ്രഹം. കൊള്ളാമല്ലോ. പക്ഷെ ഇങ്ങനെ വെറുതെ മാനം നോക്കി നിൽക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് ഈ ലോകത്തിലെ അല്ല, ഈ പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ നിധി സൂക്ഷിക്കുന്ന നിധിപ്പെട്ടിയാകണം. എനിക്ക് നിധിപ്പെട്ടിയല്ല, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തനായ ചക്രവർത്തിയെയും കൊണ്ട് യാത്ര ചെയ്യുന്ന കപ്പലാകണം. ദൈവമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിച്ചു തരണമേ. കാലം കടന്നുപോയി. മരങ്ങൾ അവരുടെ പ്രാർത്ഥന തുടർന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേ അവിടെ കുറച്ച് മരങ്ങൾ, വേഗം വാ, അതൊക്കെ വെട്ടാം. നല്ല മൂപ്പെത്തിയതാന്ന് തോന്നുന്നു. ടീച്ചറെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? അവർ ആ 3 മരത്തടികളും ആശാരിക്ക് വിറ്റു. കുറെ കാശും കിട്ടി. ഹാപ്പി. പക്ഷേ മരങ്ങളുടെ കാര്യം. അതെന്താ? എന്താ പറ്റിയത്? ആശാനെ, എനിക്കൊരു തൊട്ടി പണിയണല്ലോ. വൈക്കോൽ തൊട്ടി കുറച്ച് പഴയതായിരുന്നു, അത് ഇന്നലെ പൊളിഞ്ഞു. അതിനെന്താ, നാളേക്ക് തന്നെ ശരിയാക്കാം. ദാ
ആ കിടക്കണ തടി കണ്ടോ? അതിലൊരെണ്ണം മതി. നല്ല കിടിലം സാധനം ഞാൻ ഉണ്ടാക്കാം. അല്ല, നീ എന്താ രാവിലെ തന്നെ ഇവിടെ? ഇന്ന് ആടിനെയൊന്നും മേയാൻ വിട്ടില്ലേ? അതുങ്ങളൊക്കെ വിട്ടു. ഞാനൊരു വൈക്കോൽ തൊട്ടി പണിയിക്കാനാ. അല്ല, നീ എന്താ വന്നേ? എന്തു പറയാനാ, കഷ്ടകാലം. എന്റെ വഞ്ചി കഴിഞ്ഞയാഴ്ച ഒരു കല്ലിലിടിച്ച് തകർന്നു. നല്ല തിരയുണ്ടായിരുന്നു. ഞാനൊരു വിധത്തിൽ രക്ഷപ്പെട്ടു. പക്ഷെ വഞ്ചി... അപ്പോ ഇയാൾക്കൊരു വഞ്ചി വേണം. ദേ നോക്കിയേ, ആ കിടക്കണ ഉരുപ്പടി കണ്ട? അതുകൊണ്ട് ഞാനൊരു വഞ്ചി ഉണ്ടാക്കാം. ഒരു 50 കൊല്ലം ഗ്യാരണ്ടി. എന്താ, മതിയോ? 50? വെറുതെ ബടായി പറയല്ലേ. എന്നാ ശരി, ഒരു 30-35 വർഷം. അപ്പൊ നീ ഒരു 4 ദിവസം കഴിഞ്ഞ് വാ. ആശാരി രാവും പകലും പണിതു. മരങ്ങൾ നിർത്താതെ ശ്വാസം പോകും വരെയും വിതുമ്പിക്കൊണ്ടിരുന്നു. തങ്ങളുടെ സ്വപ്നങ്ങൾ മണ്ണടിയുന്നത് അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അപ്പോ മൂന്നാമത്തെ മരമോ? ഓ, അതവിടെ കിടന്നു. ആർക്കും വേണ്ടാതെ വെയിലും മഴയും മഞ്ഞും മാറി മാറി വന്നു. തന്റെ ആഗ്രഹമൊക്കെ മറന്ന് പാവം ആ മരം മാത്രം അവിടെ. പാവം മൂന്നാമത്തെ മരം. അതിനെ ആരും മൈൻഡ് ചെയ്തില്ലല്ലോ. തൊട്ടി ഉണ്ടാക്കിയിട്ട് എന്ത് സംഭവിച്ചു? ആ, ഇനിയാണ് ട്വിസ്റ്റ്. മഞ്ഞു പെയ്യുന്ന ഒരു ഡിസംബർ രാത്രി ഏറെ ക്ഷീണിച്ച ഒരാൾ തനിക്കും തന്റെ ഭാര്യയ്ക്കും വിശ്രമിക്കാനൊരിടം തേടി ബെത്ലഹേമിലെ സത്രങ്ങളിലൊക്കെ കയറി. ആരും അവരെ പ്രവേശിപ്പിച്ചില്ല. ഒടുവിൽ പൂർണ്ണ ഗർഭിണിയായ തന്റെ ഭാര്യയുമൊത്ത് അയാൾ കുന്നിൻ ചെരുവിൽ ആട്ടിടയന്മാർ വിശ്രമിക്കുന്ന ഒരു ഗുഹയിൽ അഭയം തേടി. അവിടെ വെച്ച് അവൾ തന്റെ കുഞ്ഞിന് ജന്മം നൽകി. പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് അവർ ആ കുഞ്ഞിനെ ഒരു തൊട്ടിയിൽ കിടത്തി. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മൂല്യമുള്ള നിധി വഹിക്കാൻ ആഗ്രഹിച്ച മരം കൊണ്ട് പണിത തൊട്ടിയിൽ കിടന്ന് ഒരു കുഞ്ഞ് പൈതൽ. ലോകരക്ഷകൻ പുഞ്ചിരിച്ചു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. ആ കുഞ്ഞ് വളർന്നു. 30 വയസ്സുള്ള സുമുഖനായ ഒരു യുവാവാണിപ്പോൾ. കടൽ തീരത്തും വയലിലും മലയിലും നടന്ന് അവൻ തന്റെ രാജ്യം പ്രഖ്യാപിച്ചു. ഒരു നാൾ ഗലീലി കടലിലൂടെ ഒരു യാത്ര. എന്നിട്ട് പെട്ടെന്ന് കാറ്റും കോളും ആഞ്ഞടിച്ചു. അവന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഭയപ്പെട്ടു. ഗുരു, എഴുന്നേൽക്കൂ. ഇതാ നമ്മളിതാ മുങ്ങി നശിക്കാറായി. ഗുരു, ഗുരു. ഗുരു, അങ്ങ് കാറ്റും കടലും പോലും അങ്ങ് അനുസരിക്കുന്നല്ലോ. കർത്താവേ, അങ്ങേക്ക് നന്ദി. ലോകത്തിലെ ഏറ്റവും ശക്തനായ ചക്രവർത്തിയെ വഹിച്ച ചാരിതാർത്ഥ്യത്തോടെ ആ കുഞ്ഞു വള്ളം ഗലീലി കടലിന്റെ ഓളപ്പരപ്പിലൂടെ പതുക്കെ നീങ്ങി. ഇനി മൂന്നാമത്തെ മരത്തിന്റെ കാര്യം. ഓ, നടന്നു മടുത്തു. ഇന്ന് തന്നെ 3ാമത്തെ തവണയാണ് കുറ്റവാളികൾ ഇങ്ങനെ കുരിശിൽ തറക്കുന്നത്. എന്ത് ക്രൂരതയാണ്. ശരിയാ. പിന്നെ കുരിശുണ്ടാക്കാൻ മരമനേഷ് നടന്ന് എന്റെ കാലും പൊട്ടി. എന്തു പറ്റി? എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എടോ, ഒരു തടി വേണം. ഒരു കുറ്റവാളിയെ തറയ്ക്കാനാ. അതൊരു പാഴ്മരമാണ്. പറ്റുമോ എന്തോ? മതി മതി, ഒരു കുറ്റവാളിക്ക് ഇത് തന്നെ അധികമാണ്. ആ മരത്തിൽ ഈശോ ക്രൂശിക്കപ്പെട്ടു. സ്വർഗത്തിന്റെ അധിപന് തല ചായ്ക്കാനൊരിടം നൽകി സ്വർഗത്തിന് നേരെ നോക്കി കാൽവരി കുന്നിൽ ആ മരം നിശബ്ദം നിന്നു. മരങ്ങളുടെ ആഗ്രഹവും ഈശോ സാധിച്ചു കൊടുത്തു. മക്കളെ, ഈശോ അങ്ങനെയാണ്. അവിടുത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ആഗ്രഹങ്ങൾ
അവിടുന്ന് സമയത്തിന്റെ പൂർണ്ണതയിൽ നടത്തിത്തരും. നമുക്കും ഈശോയോട് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും റെഡിയാണോ? എങ്കിൽ വേഗം വാ.